I read the book that you gave me, or I read the book which you gave me. Which one should I use? This video is about the basics of relative clauses and the relative pronouns which and that. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് റിലേറ്റീവ് ക്ലോസ് എന്നും റിലേറ്റീവ് പ്രൊനൗൺസ് ആയ വിച്ചും ദാറ്റും ഈ റിലേറ്റീവ് ക്ലോസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുമാണ്. ഫസ്റ്റ്, what is a clause? Clause is basically just a part of a sentence that has both a subject and verb. ക്ലോസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. അതിലൊരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും. I read the book that you gave me. In this sentence, we have two clauses. I read the book and that you gave me. Each of those has both a subject and a verb. I read the book that you gave me. ഈ സെൻറ്റൻസിൽ രണ്ട് ക്ലോസസ് ആണുള്ളത്. I read the book ആദ്യത്തെ ക്ലോസ്, that you gave me രണ്ടാമത്തെ ക്ലോസ്. ഈ രണ്ട് ക്ലോസിനും ഒരു സബ്ജക്റ്റും ഒരു വെർബുമുണ്ട്. Relative clause is basically just a clause that starts with a question word or the word that. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ക്ലോസാണ്. അത് തുടങ്ങുന്നത് ഒന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ദാറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ടായിരിക്കാം. ആൻഡ് വെൻ വി യൂസ് ക്വസ്റ്റ്യൻ വേർഡ്സ് ദിസ് വേ, we call them relative pronouns. Here are three examples. This is a place where I met my best friend. John, who lives next door, has a dog. Did you try the Japanese restaurant that I told you about? Sometimes relative clauses add important information that helps us better understand who or what we are talking about. ചിലപ്പോഴൊക്കെ ഈ റിലേറ്റീവ് ക്ലോസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇൻഫോർമേഷൻ കൂട്ടിച്ചേർക്കാറുണ്ട്. അതുവഴി ആരെപ്പറ്റിയാണോ എന്തിനെപ്പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. ഫോർ എക്സാമ്പിൾ, I want to live somewhere where I can walk to work. In this sentence, the relative clause where I can walk to work is very important. The meaning of this sentence is not clear or not complete without using this information. So, if we remove this relative clause where I can walk to work, this sentence doesn't really mean the same. I want to live somewhere where I can walk to work. ഈ സെൻറ്റൻസിൽ where I can walk to work എന്നുള്ള ഭാഗമാണ് ഇതിൻ്റെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് ക്ലോസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ കൂടുമ്പോൾ മാത്രമാണ് ഈ സെൻറ്റൻസ് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേറ്റീവ് ക്ലോസ് ഈ സെൻറ്റൻസിൽ നിന്നും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് പൂർണ്ണമല്ലാതാകും. അതുപോലെ തന്നെ ഇതിന് പൂർണ്ണമായൊരർത്ഥം ലഭിക്കാതെയുമാകും. Sometimes relative clauses just give us extra information that are not relevant maybe, that are not important maybe. ചില സമയങ്ങളിൽ റിലേറ്റീവ് ക്ലോസ് നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ തരും. അതൊരു പക്ഷേ അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ പോലും ആ സെൻറ്റൻസ് പൂർണ്ണമായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, I gave my dog a bowl of food which she ate very quickly. In this sentence, the relative clause which she ate very quickly doesn't really affect the meaning of the first clause. I gave my dog a bowl of food which she ate very quickly. ഈ സെൻറ്റൻസിൽ which she ate very quickly എന്നുള്ളതാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ്. ഈ ഭാഗം ഒരു തരത്തിലും അതിൻ്റെ ആദ്യ ഭാഗമായ ഈ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗമായ ഐ ഗേവ് മൈ ഡോഗ് ബൗൾ ഓഫ് ഫുഡ് എന്നതിനെ ഒരു രീതിയിലും അതിൻ്റെ മീനിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ഇൻഫർമേഷൻ. അതില്ലേലും ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. Therefore, we can understand this first clause 100% without this extra information. The fact that she ate the food very quickly might be interesting, but it is not really important. It doesn't change anything.
So we don't need to know that. When we are talking about things and we are just adding extra information, like in that example, we almost always use which. നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ആ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഫോർ എക്സാമ്പിൾ, ദിസ് കാർ വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് belongs to my brother. We can take out this relative clause which is very expensive and we have this car belongs to my brother. This sentence is still clear and still has the same basic meaning. This car which is very expensive belongs to my brother. ഈ സെൻറ്റൻസിൽ വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് എന്നുള്ളതാണ് ഇതിലെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ റിലേറ്റീവ് ക്ലോസ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇല്ലെങ്കിലും ബാക്കിയുള്ള ഭാഗമെന്ന് പറയുന്നത് ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ, ആ ഭാഗം മാത്രം മതി അതിന് പ്രോപ്പറായിട്ടുള്ളൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. എന്നാലും അഡീഷണൽ ഇൻഫർമേഷനായിട്ട് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്, വിച്ച് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. അതില്ലെങ്കിലും ബാക്കിയുള്ള സെൻറ്റൻസിൻ്റെ ഭാഗത്തിൽ നിന്ന് അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി യു സെൽ ഐസ്ക്രീം ആൻഡ് യു ടെൽ എ കസ്റ്റമർ ദിസ് ഈസ് അവർ ഡാർക്ക് ചോക്ലേറ്റ് വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഫ്രം ദിസ് സെൻറ്റൻസ് യു ക്യാൻ ടേക്ക് ഔട്ട് ദ റിലേറ്റീവ് ക്ലോസ് which is one of my favorites, and the customer will still be able to understand your basic message, that is, this is our dark chocolate. This is our dark chocolate which is one of my favorites. ഈ സെൻറ്റൻസിൽ ദിസ് ഈസ് അവർ ഡാർക്ക് ചോക്ലേറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നിങ്ങൾ കസ്റ്റമറോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടത്തെ നിങ്ങൾ കൂട്ടിച്ചേർത്ത റിലേറ്റീവ് ക്ലോസ് വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ഇല്ലെങ്കിലും മേൽപ്പറഞ്ഞ സെൻറ്റൻസ് വളരെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ നിന്നും നിങ്ങൾ എന്താണ് കസ്റ്റമറോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും കസ്റ്റമർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. അത് ദിസ് ഈസ് അവർ ഡാർക്ക് ചോക്ലേറ്റ്, അതാണ് കസ്റ്റമറോട് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. ആ കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ നിങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ത്, അത് എക്സ്ട്രാ ഇൻഫർമേഷനാണ്. അതിനായിട്ട് നിങ്ങൾ വിച്ച് ഉപയോഗിക്കുന്നു. When the information in the relative clause is important to the meaning of the whole sentence, we usually use that. റിലേറ്റീവ് ക്ലോസിലൂടെ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥത്തെയും ബാധിക്കുന്നുവെങ്കിൽ, അതായത് ആ റിലേറ്റീവ് ക്ലോസ് അവിടെ ഇല്ലെങ്കിൽ ആ സെൻറ്റൻസ് പൂർണ്ണമാകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ നമ്മൾ ദാറ്റ് ഉപയോഗിച്ച് വേണം ആ റിലേറ്റീവ് ക്ലോസ് പറയുക. ഫോർ എക്സാമ്പിൾ, വെയർ ഈസ് എ ബുക്ക് ദാറ്റ് ഐ ഗേവ് യു യെസ്റ്റർഡേ. In this sentence, without the relative clause that I gave you yesterday, the listener cannot be 100% sure which book the speaker is talking about. So we need the information in the relative clause in order to understand the question correctly. Where is the book that I gave you yesterday? ഈ സെൻറ്റൻസിൽ ദാറ്റ് ഐ ഗേവ് യു യെസ്റ്റർഡേ എന്നുള്ളതാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് ക്ലോസ് അവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ റിലേറ്റീവ് ക്ലോസിലൂടെ പറയുന്ന ഇൻഫർമേഷൻ ഈ സെൻറ്റൻസിനെ മുഴുവൻ ബാധിക്കുന്നു. ആ ഇൻഫർമേഷൻ അവിടെ ഇല്ലെങ്കിൽ ഈ സെൻറ്റൻസ് പൂർണ്ണമാകുന്നില്ല, കേൾക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായ ഒരു ധാരണ ഉണ്ടാകില്ല ഈ സ്പീക്കർ ഏത് ബുക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവിടെ അത്തരം ഒരു സാഹചര്യത്തിൽ റിലേറ്റീവ് ക്ലോസിലൂടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ദാറ്റ് ചേർത്ത് വേണം ആ റിലേറ്റീവ് ക്ലോസ് പറയുവാൻ. So yeah, that's a basic explanation about relative clauses and relative pronouns, that and which. I hope you have found this video useful. Thanks for watching.